1949 ഈ ദേശവാസിയായിരുന്ന കാക്കശ്ശേരി വീട്ടിൽ ശ്രീ ഉതുപ്പ് വറീദിൻ്റെയും ഭാര്യ മറിയത്തിൻ്റെയും പേരിലുണ്ടായിരുന്ന സ്ഥലത്തിൽ 22 സെൻറ്റ് സ്ഥലം പള്ളിക്ക് ദാനമായി അവർ നൽകി. എന്നാൽ 1952 അന്നത്തെ അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ് പ്രത്യേക താൽപ്പര്യമെടുത്ത് അവരുടെ പേരിൽ ബാക്കി ഉണ്ടായിരുന്ന 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലം പള്ളിക്ക് ധനനിശ്ചയമായി വാങ്ങിത്തരികയും ചെയ്തു. പള്ളിയുടെ സ്ഥാപനം 1950 ചാപ്പൽ കൂദാശ ചെയ്തു. അതുമുതൽ 2025 വരെയുള്ള കാലഘട്ടമാണ് പ്ലാറ്റിനം ജൂബിലിയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പള്ളി ആധ്യാത്മിക തലങ്ങളിലും ഭൗതിക തലങ്ങളിലും വളരെ ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നു. കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കൈക്കാരന്മാരും വികാരി അച്ഛന്മാരും മെത്രാപ്പൊലീത്തന്മാരും ഈ കാര്യത്തിൽ നേതൃത്വം നൽകി നയിച്ചതിനെ പ്രത്യേകം സ്മരിക്കുന്നു. 52 ഈ പള്ളി ഒരു ഇടവകയായി ഉയർത്തപ്പെട്ടു. അംഗാസനത്തിൻ്റെ അന്നത്തെ മെത്രാപ്പോലീത്തയായിരുന്ന നിതാന്തവന്യ ദിവ്യശ്രീ വയലിപ്പറമ്പിൽ മോർ ഗീവർഗീസ് ഗ്രിഗോറിയോസ് തിരുമേനിയാണ് ഈ പള്ളി സ്ഥാപിച്ചത്, കൂദാശ ചെയ്തത്. അദ്ദേഹം ഈ പള്ളിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തു. അങ്കമാലി അകപ്പറമ്പ് ഇടവകയിൽപ്പെട്ട ഇടവകക്കാരായിരുന്നു ഈ പ്രദേശത്ത് വസിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഇടവകയിൽ 300ഓളം വീട്ടുകാരുണ്ട്. ഈ ഇടവക എല്ലാ തലങ്ങളിലുമുള്ള ജനത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. ആധ്യാത്മിക തലങ്ങളിൽ കുടുംബ യൂണിറ്റുകളും സുവിശേഷ പഠനങ്ങളും ബൈബിൾ പഠന ക്ലാസ്സുകളുമെല്ലാം ക്രമീകരിക്കുന്നു. ഭൗതികമായ തലത്തിൽ രോഗി ശുശ്രൂഷ, ചാരിറ്റി സേവനങ്ങൾ, ഭവനം നിർമ്മിച്ചു കൊടുക്കൽ, വിവാഹത്തിന് സഹായം കൊടുക്കൽ, അതുപോലെ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാം ഈ ഇടവകയിൽ നിന്ന് ഇപ്പോൾ ചെയ്തു വരുന്നു. 2025 മെയ് മാസം 25-ാം തീയതിയാണ് ഈ പള്ളിയുടെ ജൂബിലി സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് യാക്കോബായ സഭയുടെ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് ഈ പള്ളിയിലേക്ക് എഴുന്നള്ളി വരികയും ഈ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഉചിതമായ ഒരു സ്വീകരണം നൽകുകയും ചെയ്യും. അന്ന് നമ്മുടെ ഈ ദേശത്തുള്ള വിവിധ തലങ്ങളിലുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, മതപരമായ നിലകളിലുള്ള വിവിധ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തി ഒരു നല്ല പൊതുസമ്മേളനവും ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഇടവകയിൽപ്പെട്ട പ്രായമായ സ്ത്രീകളുടെ ഒരു മെഗാ മാർഗം കളിയും അന്ന് ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ നടക്കുന്ന പെരുന്നാളാണ് ഈ മെയ് 3, 4, 5 തീയതികളിൽ പള്ളിയിൽ നടക്കുന്നത്. 3-ാം തീയതി രാവിലെ ശനിയാഴ്ച 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും 8 മണിക്ക് വിശുദ്ധ കുർബാനയും നടക്കും. അതിന് ഈ ഇടവകയിൽപ്പെട്ട ബഹുമാന്യരായ എൽദോ വർഗീസ് കുളങ്ങര അച്ഛനും ഡോൺ പോൾ താടിക്കാരൻ അച്ഛനും ബാന്ധവം കൊണ്ട് ഈ ഇടവകയുടെ മകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഔസേബ് ജോയി കണിയാങ്കുടി അച്ഛനുമാണ് അന്ന് കാർമ്മികരായി എത്തിച്ചേരുന്നത്. അന്ന് വിശുദ്ധ കുർബാനാനന്തരം പള്ളിയുടെ പെരുന്നാളിന് സമാരംഭം കുറിച്ച് കൊടി ഉയർത്തും. തുടർന്ന് അന്ന് വൈകിട്ട് 3-ാം തീയതി വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് സൺഡേ സ്കൂളിൻ്റെയും ഭക്തസംഘടനകളുടെയും സംയുക്ത വാർഷിക സമ്മേളനവും നടക്കുകയാണ്. ഇതിന് മുഖ്യ അതിഥിയായി എത്തിച്ചേരുന്നത് അങ്കമാലി ഭദ്രാസനത്തിലെ പോലീത്തയായ
ഏലിയാസ് മാർ അത്താനാസ്യോസ് തിരുമനസ് കൊണ്ടാണ് എത്തിച്ചേരുന്നത്. മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച പതിവ് പോലെ രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ഈ ഇടവകയിൽ നിന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നു. അന്ന് പള്ളിയിൽ വിശുദ്ധ കർമ്മങ്ങളുടെ കാർമ്മികനായി എത്തിച്ചേരുന്നത് അങ്കമാലി ഭദ്രാസന മേഖലയുടെ മെത്രാപ്പൊലീത്തയായ അഭിവന്യ മാത്യൂസ് മാർ അന്തിമോസ് തിരുമനസാണ് കാർമ്മികത്വം വഹിക്കുന്നത്. തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് 6:30 മണിക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നതിനുള്ള കരചുറ്റുമുള്ള പ്രദക്ഷിണവും നടത്തപ്പെടും. അന്നത്തെ വൈകുന്നേരത്തെ കാർമ്മികനായി എത്തിച്ചേരുന്നത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന, ഇപ്പോൾ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ എബ്രഹാം മാർ സേവറിയോസ് തിരുമനസ് കൊണ്ടാണ് കാർമ്മികത്വം വഹിക്കുന്നത്. തുടർന്ന് പ്രദക്ഷിണത്തിനും ആശീർവാദത്തിനും ശേഷം ഒരു മ്യൂസിക്കൽ ബാൻഡ് പ്രോഗ്രാം കൂടി ക്രമീകരിച്ചിരിക്കുന്നു. 2025 മെയ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച പ്രധാന പെരുന്നാൾ ദിവസമാണ്. അന്ന് വിശുദ്ധ കർമ്മങ്ങൾക്ക് കാർമ്മികനായി എത്തിച്ചേരുന്നത് അഭിവന്യ ഐസക് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസ് കൊണ്ടാണ്. തുടർന്ന് പ്രദക്ഷിണവും വരുന്നവർക്കെല്ലാം അനുഗ്രഹത്തിനുള്ള നേർച്ച സദ്യയും നടത്തപ്പെടുന്നു. അതോടെ ഈ പെരുന്നാളിൻ്റെ സമാപനം കുറിക്കുകയാണ്. ഈ പെരുന്നാൾ പരിപാടികൾക്ക് വേണ്ടി പള്ളി കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും സഭാ മാനേജ്മെൻറ്റ് അംഗങ്ങളായ ശ്രീ ടി എ വർഗീസ് താടിക്കാരൻ, ശ്രീ KT ബേബി കാക്കശ്ശേരി അവർകളും പള്ളി കമ്മിറ്റി അംഗങ്ങളും ഭക്തസംഘടനാ ഭാരവാഹികളും വിവിധ തലങ്ങളിൽ ഉചിതമായി അശ്രാന്തമായി പരിശ്രമിച്ചു വരികയാണ്. ജനങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ശ്രീ KV ബേബി കാക്കശ്ശേരി അവർകളാണ്. കൈക്കാരന്മാർ ശ്രീ KI കുര്യാക്കോസും TP കുര്യാക്കോസും ആണ് ഇപ്പോഴത്തെ കൈക്കാരന്മാരായിരിക്കുന്നത്. പള്ളിയിൽ ഭക്തസംഘടനകളുടെയും സൺഡേ സ്കൂളിൻ്റെയും പ്രവർത്തനം വളരെ ശ്ലാഘനീയമായി അനുഭവപ്പെടുകയാണ് ഈ പെരുന്നാൾ കാലങ്ങളിൽ. എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ബഹുമാന്യരായ വിശ്വാസികളെ, നാട്ടുകാരെ, നമ്മളുടെ ഈ ദേവാലയം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെയും മലങ്കരയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെയും കീഴിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന, വിശ്വാസ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു വലിയ സമൂഹമാണ്. നമ്മളുടെ കഴിഞ്ഞ 75 വർഷക്കാലം വളരെ അച്ഛൻ പറഞ്ഞതുപോലെ വളരെയേറെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 4-ാം തീയതി ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്കയായ അഭിവന്ധ്യ ജോസഫ് ബാവ ഈ പള്ളിയുടെ 75-ാം പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഈ കഴിഞ്ഞ 12 മാസങ്ങളിലായി ഈ പള്ളി വളരെയേറെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തി വന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇടവകയിലെ നിർധനയായ ഒരു വിധവയായ സ്ത്രീക്ക് ഒരു ഭവനം നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനാഥ മന്ദിരങ്ങൾ സന്ദർശനം, പാവങ്ങൾക്ക് ഭക്ഷണം, അരി വിതരണം, സാമ്പത്തിക വിതരണം, അങ്ങനെ എല്ലാ തലത്തിലുള്ള ആധ്യാത്മിക പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വന്നു. അതിന് ഈ പള്ളിയുടെ ട്രസ്റ്റിമാർ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, സഭാ ഭാരവാഹികളായ ശ്രീ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ KT ബേബി, ട്രസ്റ്റിമാരെ ശ്രീ KI കുര്യാക്കോസും ശ്രീ TP കുര്യാക്കോസ്, സഭാ ഭദ്രാസന കൗൺസിലറായ ശ്രീ TA വർഗീസ് ചേട്ടൻ എന്നിവർ വളരെയേറെ നേതൃത്വം നൽകുകയും സഹനം സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇടവകയുടെ വിജയത്തിന്, ഈ പെരുന്നാളിൻ്റെ വിജയത്തിന്, സമാപന സമ്മേളനത്തിൻ്റെ വിജയത്തിന് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൂർ സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ
75ാമത് വാർഷിക പെരുന്നാളാണ് മെയ് 3, 4, 5 തീയതികളിലായി ആഘോഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ വിശദമായ പ്രോഗ്രാമുകളെല്ലാം തന്നെ വികാരിയച്ഛൻ ഇവിടെ നന്നായി തന്നെ പ്രതിപാദിച്ചു. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് 75 വർഷം പൂർത്തിയാകുന്ന പള്ളിയുടെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായങ്ങളടക്കം ഭവന നിർമ്മാണം, മെഡിക്കൽ ക്യാമ്പ്, പിന്നെ വിവിധ തലങ്ങളിൽ ഇടവകയിലുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കൽ അടക്കം നടത്തി നല്ല വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പള്ളി മുന്നോട്ട് പോകുന്നത്. ഈ മെയ് മാസം 25-ാം തീയതി യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് പള്ളി വിപുലമായ സ്വീകരണവും ഒരു മഹാസമ്മേളനവുമാണ് പള്ളി അങ്കണത്തിൽ നടക്കുന്നത്. സാമുദായിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനവും അതേപോലെ തന്നെ കലാവിരുന്നും ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്.